പശ്ചിമേഷ്യയിലെ യുദ്ധം അതിൻ്റെ 29ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെയും അതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെയും കണക്കുകൂട്ടലുകൾ ശരിയായിരുന്നുവെങ്കിൽ ഇതിനോടകം തന്നെ ഈ യുദ്ധം അവസാനിക്കേണ്ടതായിരുന്നു. ഇറാന്റെ പതനം ലോകം ആഘോഷിക്കേണ്ടത് കൂടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. അമേരിക്കയും ഇസ്രായേലും അക്ഷരാർത്ഥത്തിൽ കുരുക്കിലായിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇത് കേവലം ഞങ്ങളുടെ മാത്രമോ അല്ലെങ്കിൽ മലയാള മാധ്യമങ്ങളുടെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ മാത്രം കണ്ടെത്തലോ ഒന്നുമല്ല, മറിച്ച് പാശ്ചാത്യ മാധ്യമങ്ങൾ തന്നെ അടിവരയിട്ട് പറയുന്ന സത്യം കൂടിയാണ്. ഈ വാർത്താ വിഷയങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ട്. ഇതിലെ വിവരങ്ങൾ ഞങ്ങൾ ശേഖരിച്ചിരിക്കുന്നത് അൽ ജസീറയിൽ നിന്നോ അല്ലെങ്കിൽ ഈ മാധ്യമത്തിൽ നിന്നോ മീഡിയ വണിൽ നിന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മുസ്ലിം അനുകൂല ഈ പറഞ്ഞ ചാനലുകളിൽ നിന്നോ ഒന്നുമല്ല, മറിച്ച് ഒരു ഇറാൻ ഭീകരരാഷ്ട്രമാണെന്നും അത് തകരണമെന്നും ആഗ്രഹിക്കുന്ന അമേരിക്കയിലെയും ബ്രിട്ടനിലെയും ഇസ്രായേലിലെയും ഒക്കെ മാധ്യമങ്ങളിൽ നിന്നാണ് ഈ വിവരങ്ങളെല്ലാം ശേഖരിച്ചിരിക്കുന്നത്. ഇവിടെ വാർത്തകൾക്ക് താഴെ കൃത്യമായി വരുന്ന കമൻറ്റുകൾ ഞങ്ങൾ പരിശോധിക്കുന്നത് കൂടിയാണ്. ആ പരിശോധനയെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് ഇതിവിടെ കൃത്യമായ രീതിയിൽ ഞങ്ങൾ പറഞ്ഞു പോകുന്നത്. അതായത് ഇറാനെ തകർക്കാൻ ആവേശത്തോടെ പിന്തുണ നൽകുന്ന രാജ്യങ്ങളിലെ മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ പതർന്ന സാഹചര്യമാണുള്ളത്. വാർത്തയെ തന്നെ പറയേണ്ടത് കൊണ്ട് തന്നെ അവർ റിപ്പോർട്ട് ചെയ്ത സത്യങ്ങൾ അതുപോലെയാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. അതിൻ്റെ പേരിൽ ആരും വന്ന് തെറി വിളിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അവിടെ നടക്കുന്ന കാര്യങ്ങൾ അതുപോലെയാണ് പറഞ്ഞത്. യുദ്ധത്തിൻ്റെ ഭീകരതയും അമേരിക്ക നേരിടുന്ന തിരിച്ചറിയും അത്രമേൽ വലുതാണ്. അതുകൊണ്ടാണ് അതങ്ങനെ തന്നെ പറഞ്ഞു പോകുന്നത്. നോക്കിവിടെ ഡൊണാൾഡ് ട്രംപ് പഠിച്ച പടി 18 നോക്കി. യുദ്ധം അവസാനിപ്പിക്കാൻ ആദ്യം വലിയ ഭീഷണി മുഴക്കി, മുന്നറിയിപ്പുകളെല്ലാം നൽകി. പക്ഷേ ആ ഭീഷണിയൊന്നും പാലിക്കാൻ ട്രംപിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവമായ കാര്യം. ട്രംപ് പിന്നീട് ആ ഭീഷണികളൊക്കെ ഓരോന്നായി പിൻവലിക്കുകയും ചെയ്തു. ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ 48 മണിക്കൂർ കൊടുത്ത ട്രംപ് ഇറാൻ അത് പുച്ഛിച്ച് തള്ളിയപ്പോൾ ഏകപക്ഷീയമായി അത് 5 ദിവസമാക്കി നീട്ടിക്കൊടുത്തു. പിന്നീട് ട്രംപ് പറഞ്ഞു ചർച്ച ആരംഭിക്കുന്നുവെന്ന്, ഞങ്ങൾ ചർച്ച നടത്തുന്നുവെന്ന്, ഇറാൻ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നുവെന്ന്, വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നുവെന്ന്. അങ്ങനെയൊക്കെ ട്രംപ് തട്ടിവിടുന്ന സാഹചര്യമുണ്ടായി. ഇറാന്റെ പവർ പ്ലാന്റുകൾ തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ട്രംപ് ഇപ്പോൾ ഓരോ ദിവസവും ഡെഡ് ലൈൻ നീട്ടി നൽകി പരിഹാസനായിക്കൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ സുപ്രീം ലീഡർ ആവാമോ എന്ന് പോലും തന്നോട് ചോദിച്ചു എന്നൊക്കെയാണ് ട്രംപ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. നമുക്കറിയാം അതൊരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണ്. കാരണം അതൊരു മതപുരോഹിതന് മാത്രം ഇരിക്കാൻ കഴിയുന്ന പദവി കൂടിയാണ്. ഇറാൻ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കാണ്. അവിടുത്തെ ഭരണകൂടത്തെ അനുസരിച്ച് ട്രംപിനെ പോലൊരാൾക്ക് ആ പദവിയിലെത്താൻ ഒരിക്കലും കഴിയുകയുമില്ല. ഇറാന്റെ പ്രസിഡന്റ് ആക്കാമെന്ന് പറഞ്ഞാൽ പോലും ഒരുപക്ഷെ വിശ്വസിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ അവിടുത്തെ പരമോന്നത നേതാവാക്കി തന്നെ കൊണ്ടുവരാൻ എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ തള്ളിനൊക്കെ ഒരു മയമില്ലെന്നാണ് പലരും ചോദിക്കുന്നത്. പക്ഷേ ഇവിടെ സുപ്രീം ലീഡർ എന്നൊക്കെ പറയുമ്പോൾ ട്രംപിന് സ്ഥലകാലബോധം നഷ്ടപ്പെട്ടെന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേലുണ്ടായ നാശനഷ്ടം എന്ന് പറയുന്നത് ചില്ലറയൊന്നുമല്ല. നിരവധി ഇടങ്ങളിൽ ഇറാന്റെ മിസൈൽ അവശിഷ്ടങ്ങളോ പതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരാൾ മരിക്കുകയും 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുകയും ചെയ്തൊന്നും ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഇതിനിടയിലാണ് GCC രാജ്യങ്ങളിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടായത്. സൗദിയിലെ പ്രിൻസ് സുൽത്താൻ സൈനിക ക്യാമ്പിന് നേരെ നടന്ന ആക്രമണത്തിൽ 10 അമേരിക്കൻ സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. UAE-യിലേക്കും അതുപോലെ കുവൈറ്റിലേക്കും മിസൈലുകളും ഡ്രോണുകളും എത്തിക്കൊണ്ടേയിരിക്കുന്ന സാഹചര്യമുണ്ട്. കുവൈറ്റ് പറഞ്ഞത് 6 ഡ്രോണുകളെ അവർ ഇന്റർസെപ്റ്റ് ചെയ്തെന്നാണ്. ഇവിടെ UAE പറയുന്നത് ബാലിസ്റ്റിക് മിസൈലുകൾ അവർ നിർവീര്യമാക്കിയെന്ന് കൂടിയാണ്. എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അവിടെയൊക്കെ ജീവിതം ദുരിതപൂർണ്ണമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതേസമയം തന്നെ ഇസ്രായേലിന്റെ കടുത്ത ആക്രമണം ഇറാന് നേരിടുന്നുണ്ട്. അതിൽ യാതൊരു തർക്കവുമില്ല. ഇറാനിലെ അറാഖ് ഹെവി വാട്ടർ പ്ലാന്റ്, 2 വലിയ സ്റ്റീൽ ഫാക്ടറികൾ, ഒരു പവർ പ്ലാന്റ്, സിവിലിയൻ ന്യൂക്ലിയർ പദ്ധതി, ഇവയൊക്കെ നാശനഷ്ടം സംഭവിച്ചതായി ഇറാൻ തന്നെ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അനേകം പേർ കൊല്ലപ്പെട്ടുവെന്നും അവർ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് വെടിനിർത്തലിന്റെയോ ചർച്ചയുടെയോ ഒരു ലാഞ്ചന പോലും ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ അവിടെ ഇല്ല എന്നുള്ളതാണ് വാസ്തവമായ കാര്യം. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടത്തിക്കൊണ്ട് സമാധാനം എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? തലയൂരാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞത് ഉടനടി ചർച്ചാ ധാരണയിൽ എത്തുമെന്നുള്ളതാണ്. അതായത് ഉടനടി ചർച്ചയിലൂടെ ധാരണയിൽ എത്തുമെന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു ധാരണ എത്തണമെങ്കിൽ ഇറാൻ ഇങ്ങനെ തിരിച്ചടിക്കുമെന്ന് കൂടി ആലോചിക്കേണ്ടതുണ്ട്. തങ്ങൾക്ക് ചർച്ചയിൽ താല്പര്യമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഇറാൻ ഇങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഫുൾ സ്റ്റോപ്പ് ആവശ്യമാണ്, പക്ഷേ അതിനൊരു വഴിയും കാണുകയുമില്ല. അമേരിക്ക അവകാശപ്പെടുന്നത് പാകിസ്ഥാൻ വഴി അവർ 15 നിർദ്ദേശങ്ങൾ നൽകി എന്നുള്ളതാണ്. ഹോർമുസ് കടലിടുക്ക് തുറക്കണമെന്നും ആണവ പദ്ധതി അവസാനിപ്പിക്കണമെന്നും ദീർഘദൂര മിസൈലുകളെല്ലാം ഇല്ലാതാക്കണമെന്നും ഹിസ്ബുള്ളയെ സഹായിക്കുന്നത് നിർത്തണമെന്നിങ്ങനെ നീളുന്ന ആ പട്ടിക വലിയ തരത്തിൽ മുന്നോട്ട് വന്നു. പക്ഷേ ഇറാൻ ഇതൊന്നും അംഗീകരിക്കില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പകരം ഇറാൻ ചില നിർദ്ദേശങ്ങൾ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ പോകുന്ന കപ്പലുകൾ സീസീഡാക്കാൻ ഇറാന് അനുവാദം നൽകണമെന്ന്, ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നത് ഇസ്രായേൽ നിർത്തണം തുടങ്ങിയവയ്ക്കാണ് ഇറാന്റെ ആവശ്യങ്ങൾ. അതുകൊണ്ട് തന്നെ ചർച്ചകൾ എങ്ങും എത്തിയിട്ടുമില്ല. ഇതിനിടയിലാണ് അമേരിക്കയിൽ വലിയ രാഷ്ട്രീയ പൊട്ടിത്തെറികളെല്ലാം ഉണ്ടാകുന്നത്. ട്രംപിന്റെ വിശ്വസ്തരായ വൈസ് പ്രസിഡന്റ് JD വാസ് തന്നെ ഇപ്പോൾ നെതന്യാഹുവിനെതിരെ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇവിടെ നെതന്യാഹു ട്രംപിനെ വഞ്ചിച്ചു എന്നാണ് വാൻസ് പറയുന്നത്. നിങ്ങൾ നുണ പറഞ്ഞ് ഈ യുദ്ധം ട്രംപിന് വിറ്റില്ലേ?
എന്ന് ചോദിക്കുന്നത് വാൻസ് നെതന്യാഹുവിന്റെ ഫോണിലൂടെ ചീത്ത വിളിച്ചെന്നും പ്രധാന പാശ്ചാത്യ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് വാൻസ് അവിടെ നെതന്യാഹുവിനെ ഫോണിലൂടെ വിളിച്ച് ശകാരിക്കുന്ന സാഹചര്യമുണ്ടായെന്ന് കൂടി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഖമനിയുടെ അടക്കമുള്ളവരെ കൊന്നാൽ ഇറാൻ കീഴടങ്ങുമെന്ന് നെതന്യാഹു ട്രംപിനെ വിശ്വസിപ്പിച്ചു. അതിനായി ഇന്റലിജൻസ് കൈമാറുകയും ചെയ്തു. ആ വിവരങ്ങൾ വെച്ച് 48 പ്രമുഖരെ കൊന്നൊടുക്കിയെങ്കിലും ഇറാൻ തളർന്നിട്ടില്ല. അവർ ബദൽ സംവിധാനങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ നേരത്തെ തന്നെ ഒരുക്കിയും വെച്ചിരുന്നു. ഇപ്പോൾ ചർച്ച നടത്താൻ പോലും ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ മാറിയിട്ടുമുണ്ട്. മറ്റൊരു വലിയ പ്രതിസന്ധി അമേരിക്കൻ പെന്റഗൺ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമേരിക്കയുടെ ഏറ്റവും പ്രകടനശേഷിയുള്ള ടോമാഹോക്ക് മിസൈലുകൾ ഏതാണ്ട് 850ഓളം വിക്ഷേപിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്. 1000 മൈൽ ദൂരത്തിലുള്ള ഈ മിസൈലുകളാണ് അമേരിക്കയുടെ പ്രധാന ആയുധം. പക്ഷേ ഇതിന്റെ ഉൽപ്പാദനമൊന്നും നടക്കുന്നുമില്ല. കഴിഞ്ഞ വർഷം ആകെ 57 എണ്ണം മാത്രമാണ് നിർമ്മിച്ചതും. ഒരു മിസൈലിന് $2 മുതൽ $3 മില്യൺ ചിലവാണ് വരികയും ചെയ്യുന്നത്. യുദ്ധം തുടരുകയാണെങ്കിൽ ആയുധം നൽകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് അമേരിക്ക ഇപ്പോഴുള്ളത്. ഇതൊരു വലിയ പുലിവാലായി കൂടി മാറിയിരിക്കുകയാണ്. ട്രംപിനെതിരെ അമേരിക്കയിൽ തന്നെ വലിയ ജനവികാരം രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. ട്രംപ് ഒരു കച്ചവടക്കാരനാണ്. അദ്ദേഹം എങ്ങനെയെങ്കിലും തലയൂരിയേക്കും എന്ന ഭയം ഗൾഫ് രാജ്യങ്ങളെയും വലിയ തരത്തിൽ ബാധിച്ചിട്ടുമുണ്ട്. സൗദിയും ഖത്തറും UAEയും എല്ലാം ആശങ്കയിലാണ്. തുടങ്ങിവെച്ച യുദ്ധം അമേരിക്ക തന്നെ ഫിനിഷ് ചെയ്യണമെന്നാണ് അവരെല്ലാം ആവശ്യപ്പെടുന്നത്. ഇതിനിടയിലാണ് യൂറോപ്യൻ രാജ്യങ്ങളും വലിയ ഭീതിയിലൂടെ കടന്നു പോകുന്നത്. ട്രംപ് റഷ്യയുമായി ധാരണയിലെത്തുമെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ പറയുന്നതൊക്കെ അംഗീകരിച്ചു കൊടുക്കുമെന്നും അവർ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്നാൽ റഷ്യ ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളെ ആക്രമിച്ചേക്കുമെന്നും ട്രംപ് കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്നുമാണ് യൂറോപ്പിന് ആശങ്ക ഉണ്ടാകുന്നത്. നാറ്റോ രാജ്യങ്ങളും GCC രാജ്യങ്ങളും ഒരുപോലെ പ്രതിസന്ധിയാണ്. ഇറാൻ ഇങ്ങനെയൊക്കെ പെരുമാറുമെന്നും തിരിച്ചടിക്കുമെന്നും ആരും കരുതിയതുമില്ല. വല്ലാത്തൊരു കുരുക്കിലേക്കാണ് പശ്ചിമേഷ്യയും ലോകവുമെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് പോലും ഒരു പിടുത്തമില്ലാതെയാണ് നെതന്യാഹുവും ട്രംപും ഒക്കെ നീങ്ങുന്നത്. കാരണം ഇറാൻ അത്രമേൽ അതിശക്തമായി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്.